നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ CPM-ന് ഷോക്ക് ട്രീറ്റ്മെന്റ്. അരനൂറ്റാണ്ട് കാലത്തോളം ഇടതുപക്ഷം ഭരണം നടത്തിയ കോർപ്പറേഷനിൽ ഇത്തവണ ആർക്കും ഭൂരിപക്ഷമില്ല. വർഷങ്ങളായി തങ്ങൾ ഭരിക്കുന്ന ഒരു ഡസനിലേറെ പഞ്ചായത്തുകളാണ് ഇത്തവണ നഷ്ടമായത്. ഒപ്പം ജില്ലാ പഞ്ചായത്തിലെ ഭരണം പോയി. ആകെയുള്ള 7 നഗരസഭകളിൽ 4 ജയിച്ച് കഴിഞ്ഞ തവണ മുന്നിട്ട് നിന്ന UDF-ന് ഇത്തവണയും 4 നഗരസഭകൾ നിലനിർത്താനായി. ബ്ലോക്ക് പഞ്ചായത്തിലെ വിജയം മാത്രമാണ് ഇടതിന് ആശ്വാസമായിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിൽ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് CPM നേരിട്ടത്. കഴിഞ്ഞ തവണയുള്ള 50 സീറ്റിൽ നിന്ന് ഇത്തവണ 34ലേക്ക് ഇടതുമുന്നണി കൂപ്പുകുത്തി. അതേസമയം BJP വമ്പിച്ച മുന്നേറ്റം നടത്തി. 2020-ലെ 7 സീറ്റിൽ നിന്ന് 13 സീറ്റിലേക്ക് ഉയർത്താൻ BJP-ക്കായി. 2020-ൽ 17 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന UDF-ന് സീറ്റ് നില 28ലേക്ക് ഉയർത്താനും സാധിച്ചു. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുമെന്ന് CPM അഹങ്കരിച്ചിരുന്ന വാർഡായിരുന്നു കോഴിക്കോട് പൊറ്റമ്മലിലേത്. 47 വർഷമായി അവർ ജയിക്കുന്നു. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പിന്റെ വാർഡിൽ അട്ടിമറി വിജയം നേടി ഇത് BJP സ്ഥാനാർത്ഥി T രനീഷാണ്. കൃത്യമായി CPM-ന്റെ വോട്ട് BJP പിടിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദിന്റെ മീഞ്ചന്ത ഡിവിഷൻ നഷ്ടമായത് വലിയ നാണക്കേടായി. ആദ്യം കണ്ടുവച്ച കോട്ടുള്ളി വാർഡിൽ നിന്ന് വിമത ഭീഷണി മൂലം മുസാഫിറിന് മാറേണ്ടി വന്നു. LDF-ന്റെ മേയർ സ്ഥാനാർത്ഥി മുസാഫിർ ആയിരുന്നു. മീഞ്ചന്ത വാർഡിൽ കോൺഗ്രസിന്റെ SK അബൂബക്കറാണ് CPM-ന്റെ മുസാഫിർ അഹമ്മദിനെ 271 വോട്ടിന് തോൽപ്പിച്ചത്. അബൂബക്കർ 2432 വോട്ടും മുസാഫിർ 2161 വോട്ടും നേടിയപ്പോൾ മൂന്നാം സ്ഥാനത്തെത്തിയ BJP സ്ഥാനാർത്ഥി ഷിജു 787 വോട്ട് നേടി. കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുമെന്ന് CPM അഹങ്കരിച്ചിരുന്ന പൊറ്റമ്മൽ BJP പിടിച്ചതാണ് ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചത്. കഴിഞ്ഞ തവണ മേയർ ബീന ഫിലിപ്പ് 652 വോട്ടിന് ജയിച്ച വാർഡിൽ LDF-ന്റെ അംഗത്തിൽ അജയ് കുമാറിനെ 168 വോട്ടിനെ പരാജയപ്പെടുത്തിയാണ് NDAയുടെ T രനീഷ് വിജയിച്ചത്. രനീഷ് 1425 വോട്ടും CPM-ന്റെ അംഗത്തിൽ അജയ്കുമാർ 1257 വോട്ടും നേടിയപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ള കോൺഗ്രസിന്റെ തൂവശ്ശേരി ദിനേശിന് 885 വോട്ടാണ് ലഭിച്ചത്. അതേസമയം കോഴിക്കോട് കോർപ്പറേഷനിൽ UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയായി KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ച പാർട്ടി ജനറൽ സെക്രട്ടറി PM നിയാസ് പാറേപ്പടിയിൽ തോറ്റു. പാറേപ്പടി വാർഡിൽ BJP-യുടെ ഹരീഷ് പൊറ്റങ്ങാടിയാണ് 260 വോട്ടിന് PM നിയാസിനെ തോൽപ്പിച്ചത്. ഹരീഷ് പൊറ്റങ്ങാടി 1548 വോട്ടും PM നിയാസ് 1288 വോട്ട് നേടി. ഇവിടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് MLA സിരേഖ് മാത്യു 1024 വോട്ടോടെ മൂന്നാം സ്ഥാനത്തായി. മുന്നണികൾക്കിടയിൽ സ്ഥാനാർത്ഥി നിർണയം തൊട്ട് ആശയക്കുഴപ്പവും അഭിപ്രായ വ്യത്യാസവും എല്ലാം ഉണ്ടായിരുന്നു. UDF മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ VM വിനുവിന് വോട്ടില്ലാത്തതിനാൽ മത്സരിക്കാൻ പറ്റാത്തത് ആദ്യം തന്നെ കോൺഗ്രസിന് തിരിച്ചടിയായി. ആകെയുള്ള 7 നഗരസഭകളിൽ 4 ജയിച്ച് കഴിഞ്ഞ തവണ മുന്നിട്ട് നിന്ന UDF-ന് ഇത്തവണ 4 നഗരസഭകൾ നിലനിർത്താനായി. കൊടുവള്ളി, ഫറൂഖ്, പയ്യോളി, രാമനാട്ടുകര നഗരസഭകൾ UDF നിലനിർത്തിയപ്പോൾ വടകര, മുക്കം, കൊയിലാണ്ടി നഗരസഭകൾ LDF നിലനിർത്തി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാണ് മുക്കം നഗരസഭ. കഴിഞ്ഞ തവണ ലീഗ് വിമതത്തിന്റെ പിന്തുണയോടെയാണ് 5 വർഷക്കാലം LDF മുക്കം നഗരസഭ ഭരിച്ചതെങ്കിൽ ഇത്തവണ അവർക്ക് സ്വന്തമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചു. ആകെയുള്ള 34 ഡിവിഷനുകളിൽ 18 LDF വിജയിച്ചത്. 11 UDF-ഉം 1 LDF-ഉം 4 വെൽഫെയർ പാർട്ടിയും വിജയിച്ചു. വെൽഫെയർ പാർട്ടിക്കും ഫലത്തിൽ ആശ്വാസമാണ് ഈ വിജയം. ആകെയുള്ള 12 ബ്ലോക്ക് പഞ്ചായത്തിൽ 8 LDF നേടി. 2 ബ്ലോക്കിലെ UDF-ന് വിജയിക്കാൻ സാധിച്ചുള്ളൂ. അതേസമയം പേരാമ്പ്രയിലും ബാലുശ്ശേരിയിലും ആർക്കും ഭൂരിപക്ഷം ഇല്ലാതെയായി മാറി. കഴിഞ്ഞ തവണ 12-ൽ 10 LDF നേടിയത്. കൊടുവള്ളി കുന്നമംഗലം ബ്ലോക്കിലാണ് UDF വിജയിച്ചത്. 2020-ൽ 43 പഞ്ചായത്തിൽ ജയിച്ച LDF ആകെയുള്ള 70 പഞ്ചായത്തുകളിൽ ഇത്തവണ 27 വിജയിച്ചത്. എന്നാൽ UDF-ന് 39 പഞ്ചായത്തിൽ വിജയിക്കാൻ സാധിച്ചു. കഴിഞ്ഞ തവണ 27 ഇവർ വിജയിച്ചിരുന്നത്. 12 പഞ്ചായത്തുകൾ അധികം നേടാനായി. BJP-ക്ക് പഞ്ചായത്തിൽ എവിടെയും മുൻതൂക്കം ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് രൂപവൽക്കരിച്ചത് മുതലുള്ള ഇടതാധിപത്യത്തിനും ഇത്തവണ തിരിച്ചടി കിട്ടി. 2020-ൽ ആകെയുള്ള 27 സീറ്റിൽ 18 സീറ്റായിരുന്നു LDF നേടിയത്. ഇതോടെ വാർഡ് പുനർനിർണയത്തോടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ എണ്ണം 28 ഉയർന്നിരുന്നു. ഇതിൽ 13 സീറ്റിൽ മാത്രമേ LDF-ന് വിജയിക്കാനായുള്ളൂ. 2020-ൽ 9 സീറ്റ് നേടിയ UDF ഇത്തവണ 15 സീറ്റ് നേടി വൻ മുന്നേറ്റം നടത്തി. ഒരു ഡിവിഷനിൽ RMP വിജയിച്ചു. അഴിയൂർ ഡിവിഷനിലാണ് RMP വിജയിച്ചത്. ഇതോടെ ജില്ലാ പഞ്ചായത്തും LDF-ന് നഷ്ടമായി. ചുരുക്കി പറഞ്ഞാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് കോഴിക്കോട്ട് ഇടതുമുന്നണിക്ക് ഉണ്ടായിരിക്കുന്നത്.